ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം റെക്കോർഡ് പോളിംഗിലേക്ക് കുതിക്കുകയാണ്. അനവധി പേരാണ് ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നത്. പൊന്നാനിയിൽ നിന്ന് റഹീസ് റഷീദുണ്ട് വിവരങ്ങളുമായി. റഹീസ്, നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 56.1% പേരാണ് പൊന്നാനിയിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഏത് രീതിയിലുള്ള പോളിംഗിൽ വളർച്ചയായിരിക്കും പൊന്നാനിയിൽ ഉണ്ടാവാൻ സാധ്യത? സുഹൈല, ഇനിയും പോളിംഗ് ശതമാനത്തിൽ വലിയൊരു വർധന ഉണ്ടാകും. അതിന് കാരണം ഈ ദൃശ്യങ്ങളാണ്. നമ്മളിപ്പോൾ പറവണ്ണ സ്കൂളിലാണ് നിൽക്കുന്നത്. അതായത് തിരൂർ മണ്ഡലത്തിൽപ്പെട്ട വെട്ടം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ഒരു ക്യൂ ആണ്. ഈ സ്കൂളിൽ 3 ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ തന്നെ നമുക്ക് കാണാം മണിക്കൂറുകളായി ഇവർ നിൽക്കുകയാണ്. ഇവിടെ തൊട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം, ഇങ്ങനെ ആളുകൾ അങ്ങ് വരെ അത് കുറേ അപ്പുറത്താണ് ഈ വോട്ടെടുപ്പ് പോയിൻ്റ് ഉള്ളത്. ആ പോയിൻ്റ് വരെ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം കൂടും എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഉച്ചയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ വെയിൽ താഴ്ന്നതിന് ശേഷം വൈകുന്നേരമാണ് വോട്ട് ചെയ്യാൻ ഇറങ്ങുക. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ക്യൂ ഉള്ളത്. ഇതൊരു തീരപ്രദേശമാണ്. ഇതുപോലെ മറ്റ് തീരപ്രദേശങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ ക്യൂ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വോട്ടിംഗ് ശതമാനത്തിലേക്ക് വന്നാൽ ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനം നടന്നിരിക്കുന്നത് PV അൻവർ ലീഡ് ചെയ്യുമെന്ന് അവർ കരുതുന്ന പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളിലാണ് ഇതുവരെയുള്ള ഒരു വോട്ടിംഗ് ശതമാനത്തിൽ ഏറ്റവും കുറവുള്ളത്. ഏറ്റവും കുറവ് പൊന്നാനിയിലാണ്. 53.98 വോട്ടാണ് അവിടെ ഇതുവരെ പോൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തിരൂരങ്ങാടിയിലാണ്. 58.74% വോട്ട് തിരൂരങ്ങാടിയിലും നടന്നിരിക്കുന്നു. തൃത്താലയിലും വലിയ ഒരു കനത്ത പോളിംഗ് 60 കഴിഞ്ഞ ഒരു പോയിൻ്റാണ് തൃത്താലയിലും കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ക്യൂ പോലെ തന്നെ അപ്പുറത്തും ഈ സ്കൂളിൻ്റെ മറ്റ് കേന്ദ്രങ്ങളിലും സമാനമായ കുറേ ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിലെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിലും ഒരു ബൂത്തുണ്ട്. അവിടെയും ഇത് തന്നെയാണ് കാഴ്ച. നഗര പ്രദേശങ്ങളിൽ പക്ഷേ ഇത്രയും ക്യൂ കാണാനില്ല. അവിടെ ഉച്ചയോടുകൂടി തന്നെ ഏകദേശം പോളിങ്ങിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പോളിങ്ങിൻ്റെ ഒരു സമയം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ പോളിങ് മന്ദഗതിയിൽ ആയത് എന്ന് പറയേണ്ടി വരും. ഇനിയും ഈ ഭാഗത്ത് നിരവധി ആളുകൾ വോട്ട് ചെയ്യാനുണ്ട്. ഇവിടെ അധികം പോളിംഗ് ഈ ബൂത്തുകളിൽ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും കുറേ ആളുകൾ ഇവിടെ ഈ ക്യൂ നിൽക്കുന്നതിനപ്പുറം അതിൻ്റെ താഴെ കുറച്ചുകൂടി പ്രായമായ ആളുകൾ അവിടെ വിശ്രമിക്കുകയാണ്. അവർ അവിടെ വിശ്രമിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടന്നു പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് സ്ത്രീകളുടെ ഒരു ക്യൂ എന്നത് തന്നെയാണ്. നിങ്ങൾ ഇത്രയും സാധാരണ താമസിച്ചാണോ വോട്ട് ചെയ്യാറ്? ഇല്ല, രാവിലെ ചെയ്യാറുണ്ട്. ഇന്നെന്താ പിന്നെ താമസിച്ചു പോയോ? ഇന്ന് താമസിച്ച് എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായതുകൊണ്ടാണ് താമസിച്ചത്. കുട്ടികൾ മോൻ വോട്ട് ചെയ്യാൻ വന്നാ ആണോ? എന്നിട്ട് ചെയ്തോ? ആർക്കാ ചെയ്തേ? കോണിക്ക് പറയടാ. കുട്ടികളുമായിട്ടാണ് സ്ത്രീകളൊക്കെ എത്തിയിരിക്കുന്നത്. ഒപ്പം അവസാന സമയത്താണ് മറ്റ് ശാരീരികമായി വയ്യാകെയൊക്കെയുള്ള ആളുകളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളും നിരവധി വരുന്നുണ്ട്. ഇനി കൃത്യം 1.5 മണിക്കൂറാണ് പോളിംഗിൻ്റെ അവസാന സമയം. സ്വാഭാവികമായും ഈ ക്യൂ കണ്ടാൽ തന്നെ ഇത്രയും ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ തന്നെ 1.5 മണിക്കൂർ കഴിയും. ഇനിയും കൂടുതൽ ആളുകൾ വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോളിംഗ് 6 മണിക്ക് അവസാനിക്കാനുള്ള ഒരു സാധ്യത ഈ നിമിഷത്തിൽ നമുക്ക് കാണാനും പറ്റില്ല.